മൺതരി തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും. പിഞ്ചോമനകൾക്കമൃതം പകരും സഞ്ചിത സംസ്കൃതി തന്നുറവേ. ഹരിതമനോഹര വിദ്യാലയത്തിൽ കൈറ്റ് ഹരിത വിദ്യാലയം 4.0. നമസ്കാരം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ മികവുകൾ പങ്കുവയ്ക്കുന്ന വിദ്യാഭ്യാസ റിയാലിറ്റി ഷോ കൈറ്റ് ഹരിത വിദ്യാലയം 4.0യിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊല്ലം ജില്ലയിലെ ശൂരനാട്ടെ പതാരം ഗ്രാമത്തിൽ അറിവിന്റെ ജ്യോതിസായി നിലകൊള്ളുന്ന ശാന്തിനികേതനം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പതാരം. നിറസ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം SMHSS പതാരം. കൊല്ലം ജില്ലയിൽ നിന്നെത്തിയ മിടുമിടുക്കരാണല്ലേ എന്റെ മുന്നിലിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ യാത്രയൊക്കെ? ഞങ്ങൾ ഇന്നലെ തന്നെ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. ഇന്നലെ വൈകിട്ടോടെ തന്നെ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് രാത്രി അവിടെ തങ്ങിയതിനു ശേഷമാണ് രാവിലെ ഞങ്ങൾ ഇവിടെ എത്തിയത്, സ്റ്റുഡിയോ ഫ്ലോറിൽ എത്തുന്നത്. അപ്പൊ യാത്രാ ക്ഷീണമൊന്നും ഇല്ല നിങ്ങൾക്ക്? അപ്പൊ നല്ല ഊർജ്ജസ്വലരായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ടാവും. സ്വാഭാവികമായിട്ടും എല്ലാം നമ്മുടെ മെന്റേഴ്സിനോട് കൃത്യമായിട്ട് ഉഷാറായിട്ട് തന്നെ പങ്കുവയ്ക്കുക. എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമ്മുടെ അതിഥികളോട് സംവദിക്കുന്ന പ്രിയ മെന്റേഴ്സിനെ പരിചയപ്പെടാം. ഡോക്ടർ നാരായണനുണ്ണി, ശ്രീമതി സ്വപ്ന ജെ നായർ, ശ്രീമതി നിഷ VL. പ്രിയ മെന്റേഴ്സിന് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ അതിഥികളെ കൈറ്റ് വിക്ടേഴ്സ് ക്യാമ്പസ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം അരുളുന്ന കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ദിനം തകത്താ ദിനം തകത്താ ദിനം തകത്തയ്യാറാ തകത്താ ദിനം ദിമിത്തയ്യാ ദിനം ദിമിത്താ ദിനം ദിമിത്തയ്യാറാ. വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കുറെ ഗൗരവത്തിൽ കഥകൾ പറയുന്ന കണ്ടു. പിന്നെ പാട്ടൊക്കെ പാടി രസമുണ്ടായിരുന്നല്ലേ? മൊത്തത്തില് ചിരിയും ചിന്തകളൊക്കെ നിറഞ്ഞ ഒരു വീഡിയോ ആയിരുന്നല്ലേ? ഇനി ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും. ശാന്തിനികേതനം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ ഞങ്ങളും ഇതാ തയ്യാറാണ്. നമ്മുടെ പ്രിയപ്പെട്ട മെന്റേഴ്സും തയ്യാറാണ്. ചോദിച്ചറിയാം വിദ്യാലയ വിശേഷങ്ങൾ. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ പരിപാടികളൊക്കെ? വേണ്ടത്ര ഒരു ഉഷാറ് കാണാനില്ലാതെ തോന്നുന്നുണ്ടോ? ഇല്ല, പൊതുവെ കൊല്ലത്തെ കുട്ടികൾക്കൊരു ഒതുക്കണ്ടോ? ഒരു മെച്യൂരിറ്റി കൂടുതലുണ്ടോ പ്രായത്തേക്കാൾ കൂടുതൽ? എന്താ മോൾക്ക് ഇഷ്ടപ്പെട്ട ക്യാമ്പസിൽ വന്നപ്പോൾ? എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഭയങ്കര പീസ്ഫുൾ ആയിട്ട് വരുന്നവർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ, ഊഞ്ഞാലായിക്കോട്ടെ, എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊല്ലം അത്രമാത്രം പീസ്ഫുൾ അല്ലേ? പീസ്ഫുൾ അല്ലേന്നല്ല, പക്ഷെ ഭയങ്കര സൈലൻസ്. ഞങ്ങൾ രാവിലെ വന്നപ്പം. എന്താ നിങ്ങളുടെ ശരിക്കും സ്ഥലത്തിന്റെ പേര്? പതാരം. 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 പതാരത്ത് പൊതുവെ നല്ല മനുഷ്യരാണെന്നുള്ളതല്ലോ ഞാൻ കേട്ടണ. അല്ലേ? അല്ലേ? കേട്ട സത്യമാണ്. അല്ലേ? പീസ്ഫുൾ ആണ്. മോളെ മനസ്സിന് എന്ത് ശാന്തിയാ തന്ന് നമ്മുടെ കൈറ്റിൽ വന്നപ്പോ? പാട്ട് പാടിയോ, കഥ പറഞ്ഞോ, ഊഞ്ഞാലാടിയോ? നമ്മുടെ അടുത്ത് കുറെ വിശേഷങ്ങൾ ചോദിച്ചായിരുന്നു. വന്ന യാത്രയെ പറ്റി ചോദിച്ചു. ആരെ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ ഇരുന്ന് പ്രസംഗിച്ചിരുന്ന അതില് മോളാണ്. അതുകൊണ്ടല്ലേ
പ്രസംഗിക്കല്ല. സ്കൂളിനെ പറ്റി ചോദിച്ചായിരുന്നു. അപ്പം സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞപ്പം ഇവിടെ വന്നപ്പം ആ ട്രീ ഹൗസിലൊക്കെ കേറി, പിന്നെ ഊഞ്ഞാലൊക്കെ കുറെ ആടി, നല്ല രസമുണ്ടായിരുന്നു. മോളാണ് തോന്നുന്നത് എന്തോ അങ്ങനെ കയ്യൊക്കെ കാണിച്ചു. അത് ഞങ്ങളുടെ സ്കൂളിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. എന്താ നിങ്ങളുടെ സ്കൂളിനെ പറ്റി മാമനോട് പറഞ്ഞേ? ഞാൻ ഞങ്ങളുടെ സ്കൂള് എവിടെയാണെന്നും ഞങ്ങളുടെ സ്കൂളിന്റെ ചുറ്റുപാടുകളൊക്കെ എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തു. കുറച്ച് പൊക്കി പറഞ്ഞു കൊടുത്തില്ലേ? കുറച്ച് കുറച്ച് ആണ്ട് ഇട്ട് കൊടുത്തില്ലേ? വേണേ നമ്മുടെ സ്കൂളിനെ പറ്റി നമ്മുടെ സ്കൂളല്ലേ, നല്ലപോലെ പറഞ്ഞു. നന്നായി പറയണം. ഓക്കെ, മോൻ എന്താ പറയാനുള്ള അച്ഛൻ പറഞ്ഞോ? ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ചുറ്റുപാടും എല്ലാം വളരെ നല്ലതായിരുന്നു. വന്നപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. മറ്റേ ആ ചേട്ടന്റെ സെക്ഷൻസ് കഴിഞ്ഞപ്പോൾ വളരെ റിലാക്സ് ആയിട്ട് തോന്നി. നല്ലൊരു ആവേശം. ചേട്ടനെ കൊണ്ടുപോയാലോ നമ്മളാണ് നാട്ടിലേക്ക്? എപ്പോ ടെൻഷൻ വന്നാലും ചേട്ടനായിട്ടൊരു ഏർപ്പാടായാലേ സംഗതി സുഖാവില്ലേ? അതെ അതെ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ സ്കൂളിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യണില്ലേ? അതിനെക്കുറിച്ചും കൂടി വർത്തമാനം പറയണ്ടേ? അപ്പോൾ അത് കാണുക. നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചിട്ടില്ലേ? അത് അവരിപ്പോൾ കാണിക്കും, നോക്കാം. പ്രകൃതിയുടെ വരദാനമായ ശാസ്താംകോട്ട കായലിന്റെ സമീപത്ത് ചരിത്രമുറങ്ങുന്ന ശൂരനാടിന്റെ ഹൃദയഭാഗത്തായി പതാരം ഗ്രാമത്തിന്റെ ഓരോ സ്പന്ദനത്തിലും നിറഞ്ഞു നിൽക്കുന്ന മാതൃകാ വിദ്യാലയം 50 വർഷങ്ങൾ പിന്നിടുകയാണ്. വിദ്യാലയത്തിൽ 8 മുതൽ 12 വരെ 2300ഓളം കുട്ടികൾ പഠിക്കുന്നു. ഹായ്, ഇതാണ് ഞങ്ങളുടെ സ്കൂൾ, ശാന്തിനികേതനം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പതാരം. സ്കൂൾ അസംബ്ലിയിൽ പത്രവായനയും ചിന്താവിഷയ അവതരണങ്ങളും ദിനം തോറും കുട്ടികൾക്ക് പുത്തൻ അറിവ് പകർന്നു നൽകുന്നു. ലഘുവ്യായാമങ്ങളും അസംബ്ലിയുടെ ഭാഗമാകുന്നു. സ്കൂളിന്റെ തനത് പ്രവർത്തനമായ മധുരം ജീവനം പദ്ധതിയുടെ ഭാഗമായി ക്ലാസ് മുറികളിൽ അറിവിന്റെ ചെപ്പു തുറക്കുന്ന വിജ്ഞാന കൗതുകം. സ്ഥാപക മാനേജർ പ്രൊഫസർ ആർ ഗോപാലകൃഷ്ണ പിള്ള സാറിന്റെ സ്മരണാർത്ഥം സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ചു വരുന്ന കേരള പ്രഭ ക്വിസിൽ എത്തി നിൽക്കുന്നു. പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പിന്തുണ, തിളക്കമെന്ന അക്കാദമിക വിജയം, ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം, JRC അടക്കമുള്ള സംഘടനകൾ നിയന്ത്രിക്കുന്ന അച്ചടക്ക സംവിധാനം, ലഹരിക്കെതിരെയുള്ള പ്രതിരോധം എന്നിവ വിദ്യാലയത്തിന്റെ സവിശേഷതയാണ്. വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്ന കായിക പരിശീലന ക്യാമ്പിലൂടെ ദേശീയ അന്തർദേശീയ തലത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച കായിക താരങ്ങളെ സൃഷ്ടിക്കാൻ വിദ്യാലയത്തിന് കഴിഞ്ഞു. കായിക പരിശീലനത്തോടൊപ്പം തന്നെ ഹാൻഡ്ബോൾ, ക്രിക്കറ്റ്, ജൂഡോ, ബാസ്കറ്റ്ബോൾ, റോളർ സ്കേറ്റിംഗ്, വടംവലി, ഫുട്ബോൾ എന്നിവയ്ക്കുള്ള പരിശീലനങ്ങളും സ്കൂളിൽ നടന്നു വരുന്നു. സർഗാത്മകമായ കലാപഠനത്തിലൂടെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനും കലോത്സവങ്ങളിൽ മികച്ച വിജയം കൈവരിക്കുന്നതിനും കഴിയുന്നു. കലാമേളകളിൽ സംസ്ഥാന തലം വരെ വിദ്യാലയം നേടിയ നേട്ടങ്ങൾ ഇതിന് നിദാനമാണ്. കൂടാതെ വിദ്യാലയത്തിൽ പ്രവൃത്തി പരിചയ പരിശീലനം വഴി കുട്ടികൾക്ക് ഈ രംഗത്ത് ശരിയായ പ്രോത്സാഹനം നൽകാൻ കഴിയുന്നു. EQ അധിഷ്ഠിതമായി സ്പീക്ക് ബി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ നടന്നുവരുന്നു. 20,000ഓളം പുസ്തക ശേഖരമുള്ള ശൂരനാട് കുഞ്ഞമ്പിള്ള സ്മാരക ലൈബ്രറിയും ക്ലാസ് ലൈബ്രറികളും സ്കൂളിന്റെ അക്ഷര വെളിച്ചമാകുന്നു. ദിനാചരണങ്ങളും സമുചിതമായി സംഘടിപ്പിക്കുന്നു. ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് സമീപത്തുള്ള ബഡ് സ്കൂളിൽ ലാപ്ടോപ്പ് സംഭാവന നൽകി. സ്കൂൾ റോബോട്ടിക്സ് പരിശീലനം സജീവമായി നടന്നുവരുന്നു. വിദ്യാരംഗം കലാവേദി പഠനം ആസ്വാദ്യകരമാക്കുന്നു. ക്ലാസ് മുറികളിൽ അറിവ് ഒരു ആനന്ദകരമായ അനുഭവമായി മാറുന്നു. സുസജ്ജമായ സയൻസ്, ഗണിത, ജിയോളജി ലാബുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര തത്വങ്ങൾ അനുഭവവേദ്യമാകുന്നു. മാലിന്യ സംസ്കരണത്തിന് തുമ്പൂർ മൊഴി പ്ലാൻ പ്രവർത്തിക്കുന്നു. പൊതു തിരഞ്ഞെടുപ്പ് മാതൃകയിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിക്കുന്നു. സമ്പാദ്യശീലം വളർത്തുന്നതിനായി ദേശീയ സമ്പാദ്യ പദ്ധതിയുമുണ്ട്. രാജ്യസ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന NCCയിലൂടെ ഭാവി തലമുറ ലക്ഷ്യബോധം നേടുന്നു. സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷി, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക പ്രവർത്തനം, കുട്ടിക്കൊരു ലൈബ്രറി പദ്ധതിയും സംഘടിപ്പിക്കുന്നു. റിക്രിയേഷൻ ക്ലബും ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ക്ലാസുകളും വിദ്യാലയത്തിന്റെ പ്രത്യേകതയാണ്. മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിനായി വിദ്യാലയത്തിൽ യോഗ, സൂംബ പരിശീലനങ്ങൾ നടന്നുവരുന്നു. സ്കൂളിന്റെ ന്യൂസ് ചാനൽ സജീവമാണ്. പതാരം ഗ്രാമത്തിന്റെ വെളിച്ചമായി മാറുകയാണ് ശാന്തിനികേതനം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സ്കൂളുകൾ. കുറേ വിശേഷങ്ങളുണ്ട് അല്ലേ? കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കുട്ടികളും പങ്കാളികളാണോ? കുട്ടികളും അധ്യാപകരും അല്ലേ? ഏറ്റവും കൂടുതൽ അവിടെ കണ്ടത് സ്പോർട്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ. സ്പോർട്സിനാണോ കൂടുതൽ പ്രാധാന്യം? എല്ലാം ഒരുപോലെ ഉണ്ട്. സ്പോർട്സും ഉണ്ട്. സ്പോർട്സും പിന്നെ എന്തിനൊക്കെ? എല്ലാം ഒരുപോലെ എന്ന് പറഞ്ഞത് പഠനം, പിന്നെ അത് കല, അതുപോലെ തന്നെ ഓരോ ക്ലബ്ബുകള്, എല്ലാത്തിലും ഒരുപോലെ തന്നെ. എന്തിനാ ഈ ക്ലബ്ബുകൾ രൂപീകരിച്ചിരിക്കണേ സ്കൂളുകളിൽ?
ക്ലബ്ബുകൾ രൂപീകരിച്ചിരിക്കുന്നത് കുട്ടികൾ പഠനം മാത്രം നിൽക്കാതെ ബാക്കി കാര്യങ്ങളിലൂടെ അവർ ഇൻട്രസ്റ്റഡ് ആയി മാറാൻ വേണ്ടി ആണ് ക്ലബ്ബുകൾ അതെ, സയൻസ് ക്ലബ്ബിൽ ഞങ്ങളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതെന്ന് വെച്ചാൽ നോ വാട്ട് യു ഡ്രിങ്ക്, അതായത് അതിൻ്റെ പേര് ബിഹൈൻഡ് ദ ലേബിൾസ് റിവീലിംഗ് വാട്ട്സ് ഇൻസൈഡ് എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് ടൂത്ത് ഡീക്കേയിങ് അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പഠനത്തിൽ കുറേ പിന്നോട്ട് പോകുന്നു കുറേ പേര്. അപ്പം അങ്ങനെ വന്ന് കുട്ടികൾ തന്നെ അനലൈസ് ചെയ്തപ്പോൾ ഈ കുട്ടികൾ വെളിയിൽ നിന്ന് സ്കൂൾ വിടുന്ന സമയത്ത് വെളിയിൽ നിന്ന് ഡ്രിങ്ക്സ് ഒക്കെ കൂൾ ഡ്രിങ്ക്സ് അതുപോലെയുള്ള കാര്യങ്ങൾ മേടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ അവർ ചുമ്മാ ലൈക്ക് ആ ഒരു സമയത്തേക്കുള്ള ഇതിനു വേണ്ടി മാത്രമാണ് കുടിക്കുന്നത്. അപ്പം അത് വെച്ച് അവർ ഇൻഗ്രീഡിയൻസ് ഒന്നും നോക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ അത് നോക്കിയപ്പോൾ അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കാര്യമാണ്. അതെ സോഫ്റ്റ് ദിൽഷിത്ത് അല്ലേ? ദർശിത്തിന് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇഷ്ടമല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ കുടിക്കാറില്ല, പക്ഷെ കുടിക്കാറുണ്ട്. എന്താണത് കാർബറേറ്റഡ് ഡ്രിങ്ക്സ് കുടിക്കരുതെന്ന് പറയാം അല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അതിനകത്ത് കുറെ അധികം പ്രിസർവേറ്റീവ്സ് ഉണ്ട്. പിന്നെ എന്താ നമ്മൾ കുടിക്കുക? അപ്പോ നമ്മള് നാച്ചുറലായ കരിമ്പിൻ ജ്യൂസ്. പിന്നെ അവിടെ കണ്ടത് വേറൊരു വിശേഷം ഉള്ളത്, നിങ്ങൾ CPR പരിശീലനം എന്ന് പറഞ്ഞു. എന്താ ഈ CPR പരിശീലനം എന്ന് പറഞ്ഞത്? അത് ഇപ്പോൾ ഈ നമ്മൾ ഈ യങ് ആയിട്ടുള്ള ആൾക്കാരിൽ കൂടുതൽ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്കിങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് എന്തെങ്കിലും അബോധാവസ്ഥയിലാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പരിശീലിപ്പിച്ചിരുന്നു. അസംബ്ലിയുടെ കാര്യം കണ്ടു. ഒരുമിച്ചാണോ നിങ്ങളുടെ അസംബ്ലി? അതെ, HSS-ഉം ഒരുമിച്ചാണ് അസംബ്ലി നടത്താറ്. ആഴ്ചയിൽ 3 ദിവസം, തിങ്കൾ ബുധൻ വെള്ളി എന്നിങ്ങനെ 3 ദിവസമായിട്ടാണ് അസംബ്ലി നടത്തി വരുന്നത്. ഈ അസംബ്ലിയിൽ തന്നെ പല പല ആക്ടിവിറ്റീസ്, അതായത് ഇപ്പം ന്യൂസ് റീഡിങ്, ഇംഗ്ലീഷ്, മലയാളം ന്യൂസ് റീഡിങ്, ഈ 3 ദിവസത്തെ അസംബ്ലിയിലും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ ഭാഷയുടെ അടിസ്ഥാനത്തിലും അസംബ്ലികൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. ഒരു ദിവസം ഇംഗ്ലീഷിലാണെങ്കിൽ അടുത്ത ദിവസം മലയാളം, അടുത്ത ദിവസം ഹിന്ദി, അങ്ങനെ ഒരാഴ്ച തന്നെ 3 ലാംഗ്വേജിൽ ഞങ്ങൾക്ക് അസംബ്ലി നടത്താൻ പറ്റുന്നുണ്ട്. അസംബ്ലിയുടെ കൂടെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ആക്ടിവിറ്റീസിലൂടെ ഞങ്ങൾ എൻഗേജ്ഡ് ആയി പോകുന്നത്. നിങ്ങളുടെ സ്കൂളിൽ E-Cube ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടക്കുന്നു എന്ന് വീഡിയോയിലും കണ്ടു, പിന്നെ ഇവിടെ പ്രൊഫൈലിലും കണ്ടു. അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ലാംഗ്വേജ് ലാബിൽ? ലാംഗ്വേജ് അതിലൂടെ നമ്മൾ ആ സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ട് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം കണ്ടുവരുന്ന ഇതാണ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമുക്ക് ഇംഗ്ലീഷ് അറിയാമായിരിക്കും, പക്ഷെ നമ്മുടെ ഒരു പേടി കാരണം നമുക്കിങ്ങനെ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കുറവ്, അത് മാറ്റിക്കൊണ്ട്, ആ കോൺഫിഡൻസ് ഇല്ലായ്മ നമ്മൾ മാറ്റിക്കൊണ്ട് മാക്സിമം നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റും അതിനായിട്ട് ഇങ്ങനെ ട്രെയിനിങ് തരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇംഗ്ലീഷ് ക്ലബ്ബ് E-Cube എന്നുള്ള പ്രവർത്തനം നടത്തി വരുന്നത്. സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഇതിന് ആഴ്ചയിലാണ് എല്ലാ കുട്ടികൾക്കും സ്കൂളിലെ എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ E-Cube-ൽ കുഞ്ഞു കുട്ടികളുടെ സ്റ്റോറീസാണ് ഉള്ളത്, 7th വരെയുള്ള. അപ്പോൾ നിങ്ങൾ ആ സ്റ്റോറീസൊക്കെ കേൾക്കാറുണ്ട്? എന്നാൽ ഏതൊക്കെ സ്റ്റോറീസ് അതിൽ കണ്ടിട്ടുണ്ട്? അതിനകത്ത് സാമ്പാർ ഉണ്ടാക്കത്തില്ലേ, റെയിൻബോ സാമ്പാർ, ആ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഓക്കെ. അത് പിന്നെ അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നോക്കിയോ? ആക്ടിവിറ്റീസ് ഞങ്ങൾ മെയിൻ ആയിട്ട് ലിസണിങ് സ്കില്ലിന് വേണ്ടിയല്ലേ കേൾക്കുന്നത്. സ്റ്റോറി കേൾക്കുക മാത്രമാണ്. ലിസണിങ് സ്കിൽ വേണ്ടിയല്ലേ. ഇപ്പം പിന്നൊക്കെ നിൽക്കുന്നവർക്ക് വേണ്ടിയായാലും കൂടുതലും E-Cube ഇംഗ്ലീഷ് യൂസ് ചെയ്യാറുണ്ട്. അവരുടെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയായാലും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. വെരി ഗുഡ്. അത് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. കാരണം 7th വരെയുള്ള കുട്ടികൾക്കുള്ള സ്റ്റോറീസാണ് അതിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആ സ്ലോ ലേണേഴ്സിന് വേണ്ടി ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വോളണ്ടിയർ ചെയ്യാറുണ്ടോ? വോളണ്ടിയർ ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്ലബിൻ്റെ ഭാഗമായിട്ടാണല്ലോ നടത്തുന്നത്. അപ്പം കുട്ടികളുടെ ആ ഒരു കോൺഫിഡൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടി സ്കിറ്റ്, അതുപോലെ തന്നെ ഇപ്പം ഒരു പേപ്പറിനകത്ത് കുറച്ച് സബ്ജക്ട്സ് നമ്മൾ എഴുതി അങ്ങനെ ലോട്ടിട്ട് എടുത്തതിന് ശേഷം അതിനെപ്പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു വിഷയം തന്നിട്ട് ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങൾ തന്നിട്ട് ഒരു സ്കിറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കുട്ടികളിൽ കാണപ്പെടുന്ന ഈ സ്റ്റേജ് ഫിയർ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വാക്ക് നമുക്കിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിലും പ്രൊനൗൺസിയേഷൻ നമ്മൾ പലരും തെറ്റിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊനൗൺസിയേഷൻ ആയാലും കറക്റ്റായിട്ട് പറയാൻ നമുക്ക് ഒരാളുടെ മുമ്പിൽ കറക്റ്റായിട്ട് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഇത് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് പരിശീലിപ്പിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നു അല്ലേ? അതെ. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ, ഈ ഒരു ഫ്ലോറിൽ ഹരിത വിദ്യാലയം ഫ്ലോർ നമ്മുടെ അപർണ ഇവിടെ ആങ്കർ ചെയ്ത് കണ്ടില്ലേ? അപ്പോൾ മോളാണ് ഇവിടെ ഇത് അവതരിപ്പിക്കുന്നത്. ഇംഗ്ലീഷിലൊന്ന് അവതരിപ്പിച്ചേ.
Good morning, everyone. Welcome to Kite Victor's Harida Vidyalayam 4.0. Today, we have the school from Kollam SMHSS Pataram with us. Let's welcome them with heartless welcome. Welcome SMHSS Pataram. വെരി ഗുഡ് വെരി ഓക്കെ നൈസ്. അപ്പോൾ നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് പിന്നെ നന്നായി പഠിക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ മുന്നേ നന്നായി അസംബ്ലി നടത്തുന്നുണ്ട്. തുടങ്ങിയത് തന്നെ നിങ്ങൾ നല്ല സ്പോർട്സുകാരാണെന്ന് പറഞ്ഞിട്ടാണ്. എത്രയോ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ 9 ദേശീയ തലം അല്ലേ? അതോ 73 സംസ്ഥാന തലം, 200 ജില്ലാതലം. എൻ്റെ അമ്മോ, അപ്പോൾ അവിടെ ഒരു സ്പോർട്സ് സ്കൂളായിട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. നിങ്ങളുടെ സ്പോർട്സ് സ്കൂൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു കൾച്ചർ ഉണ്ടോ? ഒരു കായിക സംസ്കാരം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റം ഇഷ്ടാവുമല്ലോ അല്ലേ? ഇഷ്ടാവില്ലേ? ഒരു ഇൻഡിവിജ്വൽ ഐറ്റം ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ നല്ല ബഹുമാനിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ ആരാധിക്കാൻ തോന്നുന്ന കായിക പ്രതിഭകളുണ്ടാവുമല്ലോ. മോനെ ഏത് സ്പോർട്സാണ് ഇഷ്ടം? എനിക്ക് സ്പോർട്സ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ഇഷ്ടമാണ്. ക്രിക്കറ്റ് ഇഷ്ടമാണ്. ഓക്കെ. എന്താ ക്രിക്കറ്റ് ഇത്ര ഇഷ്ടാവാൻ ഒരു സൗകര്യം? ഏറ്റവും കൂടുതലും നമ്മുടെ ഇന്റർനാഷണൽ നടക്കുന്ന ഗെയിംസിൽ ഇന്ത്യക്ക് ഒരുപാട് സ്ഥാനം ക്രിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ പ്രൗഡ് അല്ലേ? ഓക്കെ. ആരാ നല്ല കളിക്കാരൻ മോന്റെ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളിക്കാരൻ? എനിക്ക് സച്ചിൻ തെണ്ടുൽക്കറിനെ ഇഷ്ടം. പഴയ ആളല്ലേ? മോനെ ഏതാ ഇഷ്ടം? ഫുട്ബോളാണ്. ഫുട്ബോളാണ് ഇഷ്ടം. എന്താ ഫുട്ബോളിന്റെ ഇഷ്ടം? ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു ടീം പ്ലേ ആണല്ലോ. എല്ലാവരുടെ ഇടയിലും സൗഹൃദവും ക്രിക്കറ്റും ടീം പ്ലേ. അതെ, ഇന്റർനാഷണലി പോപ്പുലർ ആയ ഒരു ഗെയിമാണ് ഫുട്ബോൾ. സൗഹൃദത്തിന്റെ ഒരു കളിയായി. പക്ഷെ മത്സരമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? മത്സരം ഉണ്ടെങ്കിലും മത്സരത്തിനുപരിയായി കായികക്ഷമതയും മാനസിക സമ്മർദ്ദവും കുറയ്ക്കാനൊക്കെ ടീമിന്റെ ഉള്ളിൽ ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ, ഒരു ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കും, ഗോൾ അടിക്കാൻ പറ്റും. അപ്പൊ ഫുട്ബോളാണ്. മോൾക്ക് സ്പോർട്സുമായിട്ട് വല്ല എന്താ ബന്ധം? ഉണ്ട്. എനിക്കും ഫുട്ബോൾ ഇഷ്ടമാണ്. അതുപോലെ കരാത്തെ ഇഷ്ടമാണ്. ചെയ്യാറുണ്ടോ? ഉണ്ട്. കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നു? പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ട്. എവിടെ, സ്കൂളിൽ ചെയ്യാണോ? ഞാൻ സ്കൂളിലല്ല, വേറെ ഒരിടത്ത് പഠിപ്പിക്കാനായിട്ട് വരും. അങ്ങനെ അപ്പൊ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് പേടിക്കണം ഞങ്ങള് അല്ലേ? നല്ലതല്ലേ? ബെൽറ്റ് ഞാനിപ്പോ ബ്രൗൺ 3rd ആണ്. ഓക്കെ. വേറെ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റം ഇപ്പോൾ നമ്മുടെ സ്കൂളിലില്ലാത്തത് നമ്മുടെ സ്കൂളിൽ വന്നാൽ കുറച്ചും കൂടി നന്നാവും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റും തോന്നണം വല്ല സ്പോർട്സ് ഐറ്റവും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സ്വിമ്മിങ് കൊണ്ടുവന്നാൽ, ഞങ്ങളുടെ സ്കൂളിൽ സ്വിമ്മിങ് ഇല്ല. അപ്പൊ സ്വിമ്മിങ് കൊണ്ടുവന്നാൽ കുറച്ച് നല്ലതായിരിക്കും. നിങ്ങളുടെ സ്കൂളിലില്ല ഇല്ല, പക്ഷെ എന്നാലും നിങ്ങളുടെ സ്കൂളിലേക്ക് വരാവുന്ന ഒരു സാധനമാണ് സ്വിമ്മിങ്. അപ്പൊ നമുക്ക് നല്ലൊരു കുളം അല്ല വേണ്ടേ, ഒരു പൂള് വേണ്ടേ ആദ്യം? നമുക്ക് സ്കൂളിൽ അടുത്തൊരു പദ്ധതിയിലെ മാസ്റ്റർ പ്ലാനിൽ നമുക്ക് അതും കൂടി എന്ത് ചെയ്യാം. ചില സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള സ്കൂളുകൾ ഇവിടെ വന്നു. നല്ല സ്വിമ്മിംഗ് പൂളുകൾ. ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ, കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി മരിക്കുന്നത്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനമാണ്. കാരണം വെള്ളത്തിലൊക്കെ അപകടത്തിൽ പെടുമ്പോൾ രക്ഷപ്പെടാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്വിമ്മിംഗ്. അപ്പൊ നമ്മുടെ ഒരു സ്വയം പ്രതിരോധത്തിനുള്ള, മറ്റുള്ളവരെ രക്ഷിക്കാനും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇന്നത്തെ നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ വേഗം പറയാം. എന്തെന്നാ ഒരു വാക്ക്? ജെൻസി കിഡ്സ് ആണ്. ഓക്കെ, ശരി. സാങ്കേതിക വിദ്യയുടെ ഒരു ഇതിലാണ്. അപ്പോൾ സാങ്കേതിക വിദ്യ നമ്മൾ നമ്മുടെ എന്താ പറയുക ക്ലാസ് മുറിയിലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അതിനെ എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കുന്നുണ്ട് അല്ലേ? സ്കൂളിൻ്റെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള അറിവ്, അതിനൊരു എക്സാമ്പിൾ പറയാമോ? ഇപ്പോൾ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ക്ലബിലെ കുട്ടികൾ ശ്രദ്ധിച്ചത്, ബാക്കി സാധാരണ കുട്ടികളിൽ മാത്രമാണ് ഈ കമ്പ്യൂട്ടർ എല്ലാം ഒതുങ്ങുന്നത്. ഈ ഭിന്നശേഷി കുട്ടികൾ, പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, അവർക്കൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ചില സമയങ്ങളിൽ ലിറ്റിൽ കൈറ്റ്സിലെ കുട്ടികൾ കമ്പ്യൂട്ടറുമായി അവർ തന്നെ ഉണ്ടാക്കിയ ഗെയിം ബഡ് സ്കൂളിലെ കുട്ടികളെ കളിപ്പിക്കുകയും. ഏതിൽ നിങ്ങൾ ഗെയിം ഉണ്ടാക്കിയത്? സ്ക്രാച്ചിൽ ഉണ്ടാക്കി. നല്ല രസമായിരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബഡ്സ് സ്കൂൾ ഏത് തരം സ്കൂളാണ്? ബഡ് സ്കൂൾ എന്ന് പറയുന്നത് ഭിന്നശേഷി കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്കൂൾ. അവിടെ ഏതൊക്കെ തരത്തിലുള്ള കാര്യമായിട്ട് എങ്ങനത്തെ കുട്ടികൾ അവിടെ ഉണ്ടാവുക? നിങ്ങൾ പോയി അവരോട് സംസാരിച്ചോ? കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. ആ കുട്ടികളുടെ പ്രത്യേകത എന്താ? നിങ്ങൾ അവരും കൂടി എങ്ങനെയാ സൗഹൃദത്തിലായി? അവരും കമ്പ്യൂട്ടർ കൊണ്ട് മാത്രം പോവാതെ അവിടുത്തെ കുട്ടികളുമായിട്ടും കൂടി നിങ്ങളൊരു സ്നേഹം ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. എന്താ അവർക്ക് ഏത് തരത്തിലുള്ള സഹായം നിങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കണം? അവർക്ക് പൊതുവെ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവരല്ല എന്ന് അവർക്കൊരു ധാരണയുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് വന്ന് മിണ്ടാനായാലും പെട്ടെന്ന് അടുത്തിരിക്കാനായാലും അവർക്കൊരു പുറമോട്ട് നിൽക്കാറുണ്ട്. അപ്പൊ നമ്മൾ തന്നെ അങ്ങോട്ട് ചെന്ന് അവരടുത്ത് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കി, അപ്പൊ അങ്ങനെ ഒരു സൗഹൃദത്തിൽ ഇപ്പൊ പാട്ട് പാടിയായാലും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഇഷ്ടമാണ്. പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും. ഇപ്പം അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഇതുപോലെ പാട്ടൊക്കെ പാടി കൂടുതൽ അവരുമായിട്ട് സൗഹൃദത്തിലാവും. ഈ കമ്പ്യൂട്ടറുമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടോ കൂടുതൽ ചെയ്യാൻ? അതോ അവർക്ക് പ്രയാസമാണുള്ളത്?
നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം അവർക്ക് മനസ്സിലാക്കാൻ കൂടുതൽ കാണുന്നതാണ് എളുപ്പം. സാർ അവർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഒരു നമ്മളുമായിട്ട് അട്രാക്ട് ചെയ്യാൻ അവർക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്തു അവരിങ്ങനെ വരാത്ത. അപ്പം അവരിങ്ങനെ മാറി നിൽക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ അതിൽ നിന്നാണ് ഇതായത്. അങ്ങനെ ഞങ്ങൾ അവരോട് പോയി ഫ്രണ്ട്ലി ആയി ഭയങ്കരമായിട്ട്. അവരുടെ ആ ഒരു വൈബ് അതൊത്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് അവരോട് ഫ്രണ്ട്ലി ആയി. ഞങ്ങളോടും ഞങ്ങൾ കൊടുത്തതിനെക്കാട്ട് ഇരട്ടി സ്നേഹം അവർ ഞങ്ങൾ തിരിച്ചു തന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു കാര്യമാണ്. അങ്ങനെ വന്ന സമയത്ത് ഇവർക്ക് ഈ പഠനത്തിൽ കുറച്ച് ഇതായി നിൽക്കുന്നു, ഇപ്പോൾ പിന്നോക്കം നിൽക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയപ്പം അതുപോലെ ഞങ്ങളുടെ സ്കൂളിലും കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് ഉപകാരപ്പെടുന്ന രീതിക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പാഠപുസ്തകത്തിലെ കുറച്ച് ഇതൊക്കെ ഞങ്ങൾ പാട്ട് പോലെ പാടി കേൾപ്പിച്ചു. കേൾക്കുമ്പം അവർക്ക് ഈ പാട്ടാവുമ്പോൾ പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്തിട്ട് ആ പാട്ട് വെച്ച് അവർ പഠിക്കാനായിട്ട് അവർ കൂടുതൽ ശ്രമിച്ചു. അങ്ങനെ ഒരു പാട്ട് അവൻ്റെ ഇംഗ്ലീഷിലെ വാട്ട് എന്ത് വിച്ച് ചെയ്ത് വെന്നപ്പോൾ ഹൂ ആര് ഹൂസ് ആരുടെ അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് അവർക്ക് ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാനായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ ആ പാട്ട് സഹായിച്ചു. അങ്ങനെ വേറൊരു പാട്ടുണ്ട് സോഷ്യലിലെ ക്ലൗഡ്സിനെ കുറിച്ച്, 10ാം ക്ലാസ്സിലെയാണ് സോഷ്യൽ ക്ലൗഡ്സ്. അപ്പൊ നിങ്ങൾ പാട്ട് പാടിയിട്ടും അവരോട് വർത്തമാനം പറഞ്ഞു, അവരോട് നല്ല സൗഹൃദം ഉണ്ടാക്കി. ടീച്ചറെ HM അല്ലേ? ഓക്കെ ടീച്ചറെ, ഒത്തിരി സന്തോഷമുണ്ട് ഓരോ വിശേഷങ്ങൾ കേൾക്കുന്തോറും. അപ്പോൾ ഒരു ചോദ്യം, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളാണല്ലോ ഉള്ളത്. അപ്പോൾ അവരെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫൈലിംഗ് നിങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്? അത് ഞങ്ങളുടെ സ്കൂളിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കുട്ടികളുടെ പഠനം ആനന്ദകരമാക്കുക, അതിനുവേണ്ടി ഞങ്ങൾ സ്കൂളിൽ നടത്തിയ ഒരു തനത് പ്രവർത്തനമാണ് മധുരം ജീവനം എന്ന് പറയുന്നത്. അതായത് മധുരം ജീവനം. ഞങ്ങളുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശത്തിലാണ്, പിന്നാക്കാവസ്ഥയിലുള്ള കുട്ടികളാണ് കൂടുതൽ. അപ്പം നമ്മുടെ ഈ ചില കുട്ടികൾ വരുന്ന സ്ഥലങ്ങളിൽ ഗ്രന്ഥശാലകളൊന്നും തന്നെയില്ല. അപ്പം നമ്മുടെ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളുടെ നേതൃത്വത്തിൽ അതിലെ ഒരു കുട്ടിയുടെ വീട്ടിൽ കുട്ടിക്കൊരു ലൈബ്രറി തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങൾ. ആ കുട്ടിക്കൊരു ലൈബ്രറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള രക്ഷകർത്താക്കൾക്ക് ഈ ലൈബ്രറിയിൽ വന്ന് പുസ്തകങ്ങൾ എടുക്കാനും കുട്ടികളുടെ ബർത്ത്ഡേക്ക് അതേപോലെ അധ്യാപകരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്തുമ്പോൾ അവരെല്ലാം സ്കൂളിൽ തരുന്നത് ഓരോ പുസ്തകങ്ങളാണ്. അങ്ങനെ ഏതാണ്ട് 700ഓളം പേരൻസിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ? പേരൻസും അതെ, കുട്ടികളുടെ ബർത്ത്ഡേക്ക് പേരൻസ് തന്നെയാണ് നേരിട്ട് സ്കൂളിൽ കൊണ്ടുവന്ന് ഓരോ പുസ്തകങ്ങളാണ് തരുന്നത്. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ ക്ലാസ്സിലും ഇതുണ്ടാവും അല്ലെ, ഹൈടെക് ക്ലാസ് റൂംസ് ആണ് നിങ്ങൾക്കുള്ളത് അല്ലേ? അപ്പോൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണല്ലോ. പക്ഷെ വിഷയം ഞാൻ മലയാളം. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് കണ്ടു. ഓക്കെ, അപ്പൊ അതിൽ നമുക്കിപ്പോ എന്താ പറയാ, എന്ത് തരം റിസോഴ്സസ് ആണ് നിങ്ങൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോൾ ഈ സമഗ്ര എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, ആ സമഗ്രയിൽ ഇഷ്ടം പോലെ റിസോഴ്സുകളുണ്ട്. അതൊക്കെ ലാംഗ്വേജിനെ പറ്റിയ റിസോഴ്സ്, ലാംഗ്വേജിൽ ഈ കവിതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടേ നമ്മുടെ ഈ ഇഷ്ടം പോലെ കവിതകളുണ്ട്. നമ്മൾ ഈ ലാംഗ്വേജ് പഠിപ്പിക്കാനാണ് ഒരു പക്ഷേ സമഗ്രയിൽ ഏറ്റവും കൂടുതൽ റിസോഴ്സുകളുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു മലയാളത്തിൽ അതുപോലത്തെ ഒരു റിസോഴ്സിന്റെ പേര് പറയാമോ? മലയാളത്തിലെ ഞങ്ങൾക്ക് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന പാഠഭാഗത്തിലെ അതുമായിട്ട് ബന്ധപ്പെട്ട സമഗ്ര പോർട്ടൽ കണ്ടിട്ടുണ്ടോ? അതെ, സമഗ്രയിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട നാടകം. അതിൽ ഏതിലാ ഇത് വെച്ചിട്ടുള്ളത്? ഈ കവിത ആലാപനം ലേണിംഗ് റൂമിനകത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ശരി. സാർ ബാക്കി ലേണിംഗ് റൂമിൽ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സംവിധാനം. പോഡ്കാസ്റ്റ് ഈ കേട്ട് പഠിക്കാനും കേട്ട് ആസ്വദിക്കാനൊക്കെ ഗംഭീരമായ ഒരു സംഭവമാണ്. സമഗ്രയാണ് ഇപ്പം എല്ലാ സ്കൂളുകളും ഉപയോഗിക്കുന്നത്. ഞങ്ങളത് 90% ഗംഭീരമായിട്ട് ഞാൻ IT പഠിപ്പിക്കുന്നുണ്ട്. വീഡിയോയിൽ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കലാകായിക പരിശീലനം, അതുപോലെ വർക്ക് എക്സ്പീരിയൻസിനൊക്കെ നിങ്ങൾ പരിശീലനം നൽകുന്നു. അപ്പോൾ സാർ, ഈ കുട്ടികൾക്ക് നിങ്ങളാണോ പരിശീലനം നൽകുന്നത്, അതോ പുറത്തുനിന്ന് റിസോഴ്സ് പേഴ്സണെ കണ്ടെത്തി അങ്ങനെ നടത്തുന്നതാണോ? ഞങ്ങളുടെ വിദ്യാലയത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ടീച്ചറുണ്ട്, ഡെൻസി ടീച്ചർ. അപ്പോൾ ആ ഡെൻസി ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ വളരെ സമഗ്രമായ പരിശീലനമാണ് നടത്തുന്നത്. ഒരു ബനാന ഫെസ്റ്റ് സംഘടിപ്പിച്ചു അടുത്ത ഇടയിൽ. ഈ ബനാന ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതമായി. ഈ വാഴ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഇത്രയധികം പ്രോഡക്ട്സ് ഞങ്ങളുടെ സ്കൂളിൽ നിരത്താൻ കഴിയും. എത്ര രുചികരമായി ഇവരൊക്കെ ആസ്വദിച്ചു. ഓരോന്ന് പറയാവോ? ഒന്ന് ചിപ്സ്, അതുപോലെ തന്നെ വാഴപ്പിണ്ടി അച്ചാറ്, വാഴയില തോരൻ, വാഴപ്പിണ്ടി ഉപ്പിലിട്ടത്, വാഴവിത്ത് വെച്ചുള്ള പായസം. നീ ചക്കി നോക്കോ, ഇതിനേക്കാളും ടോപ്പാ. ഇതിനേക്കാളും ടോപ്പാ. വാഴപ്പിണ്ടി നല്ല ഔഷധ ഗുണമുണ്ട്, ചക്കിയും ഇതേപോലെ തന്നെ നല്ല സംഗതിയാണ്. നമ്മൾ കുറേ നേരം വർത്താനം പറഞ്ഞല്ലോ. എന്നൊരു കാര്യം കൊണ്ട് ചോദിക്കാം, നിങ്ങൾ നല്ല വായനക്കാരാന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ 20,000 പുസ്തകമുണ്ട്, ഒക്കെ നല്ല വായനക്കാരാ. നല്ല വായനക്കാരാ. 4 തരം വായന ഉണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് പറയണം. ഒന്ന് സാധാ വായന, നമ്മുടെ പാഠപുസ്തക വായന. മറ്റൊന്ന് ഡിജിറ്റൽ വായന. ഓക്കെ, ഇനി വായനയിൽ തന്നെ ഉണ്ട്
നോവൽ പോലുള്ള വായന, നോവല്, കവിത, കഥ പോലുള്ള വായന. മറ്റത് ശാസ്ത്രം, ഗണിതം തുടങ്ങിയിട്ടുള്ള വൈജ്ഞാനിക സാഹിത്യത്തിലെ വായന. ഏതതിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടം? ഡിജിറ്റൽ വായനയാണോ, സാധാരണ വായനയിൽ തന്നെ സർഗാത്മക വായനയാണോ, വൈജ്ഞാനിക വായനയാണോ, ഏത് വായനയാണ് ഇഷ്ടം? നോവലുകൾ വായിക്കാൻ. അപ്പോൾ മോള് സർഗാത്മക വായനയുടെ ആളാണ്, ക്രിയേറ്റീവ്. ഓക്കെ, മോളോ? എനിക്ക് എല്ലാ ഇതിലും വായിക്കാൻ ഇഷ്ടമാണ്. കുറച്ചുകൂടെ കൂടുതൽ നോവൽസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ട് വായിക്കുന്നൊക്കെ. ഡിജിറ്റൽ വായന ഇഷ്ടമാണ്. അതെ, ഏതാ ഡിജിറ്റൽ? ഞാൻ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്ന ഒരു കുഞ്ഞു സ്റ്റോറി ആയിട്ട് വായിച്ചത് നല്ലതായിരുന്നു. അത് വായിക്കുമ്പോൾ വേണ്ടത്ര കോൺസെൻട്രേഷനോ അതല്ലെങ്കിൽ വേറെ വല്ല സപ്പോർട്ട് എന്താ സംഭവിക്കണം? സാധാരണ വായനയിൽ നിന്ന് ഡിജിറ്റൽ വായന എങ്ങനെ മാറണേ? അതില് സാധാരണ ഈ നോവലൊക്കെ വായിക്കുമ്പോൾ അതിൽ പിക്ചേഴ്സ് ഒന്നും കാണില്ല, പക്ഷെ ഇതിൽ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത് ഇമാജിൻ ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റും, ബാക്കി എന്താ സംഭവിക്കുന്നത്, അങ്ങനൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ട്. മോളെന്താ പറഞ്ഞേ? എനിക്കും നോവലുകൾ കൂടുതൽ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കഥകൾ വായിക്കാൻ. ഈ വൈജ്ഞാനിക സാഹിത്യം വായിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ശാസ്ത്രത്തെ പറ്റി, ന്യൂട്ടനെ പറ്റി, അല്ലെങ്കിൽ ന്യൂട്ടന്റെ ലോയിനെ പറ്റി, അങ്ങനെ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചതിനെ പറ്റി. എഡിസൺ 10,000 പരീക്ഷ നടത്തിയിട്ട് അത്ര പരാജയപ്പെട്ടിട്ടാണ് അത്ര പിന്നെ എന്ത് ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്കപ്പോൾ വായന ഉണ്ട് അല്ലേ, സ്പോർട്സ് ഉണ്ട്, ടീച്ചർ പറഞ്ഞ പോലെ ലിറ്റിൽ കൈറ്റിൻ്റെ സംഗതിയുണ്ട്, ഇക്യൂബിൻ്റെ ഭാഷാപരമായ സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ സ്കൂളിന്റെ പേരെന്തായിരുന്നു? ശാന്തിനികേതനം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. എന്താണ് മോഡൽ? ശാന്തിനികേതൻ മോഡൽ. ശാന്തിനികേതനം എന്ന് പറയുന്നത് ടാഗോർ, രവീന്ദ്രനാഥ ടാഗോറിന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നതായിരുന്നു. അദ്ദേഹം ശാന്തിനികേതനം എന്ന് പറയുന്ന ഒരു സർവകലാശാല സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അതിന് മോഡലാക്കിയിട്ടായിരുന്നു ഞങ്ങളുടെ സ്കൂൾ. അപ്പോൾ ശാന്തിനികേതനം അദ്ദേഹത്തിന്റെ സങ്കല്പം എന്ന് വെച്ചാൽ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ധ്യാന നികരിതായിട്ടൊരു പഠന അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിലും വളരെയധികം പ്രകൃതിയോട് ഇണങ്ങിയാണ് ഞങ്ങൾ പഠിക്കാറുള്ളത്. പുതിയ കാലഘട്ടത്തിൽ IT ഒക്കെ വന്നു അല്ലേ? ഓക്കെ, ശരി. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ വായിക്കാൻ ഇൻഡിവിജ്വൽ ലൈബ്രറി ഉണ്ടാക്കുകയാണ്. പുതിയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഡാറ്റകൾ നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പുസ്തകത്തിലുണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. അതെവിടെയുണ്ട് എന്ന് കണ്ടെത്തി ആവശ്യമായ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നവനാണ് ആധുനിക കാലത്ത് ജീവിത വിജയം നേടുന്നവർ. ശാന്തിനികേതനത്തെ പോലെ വിദ്യാഭ്യാസത്തിൻ്റെ സർഗാത്മക ചൈതന്യവും നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെയും വായനയുടെയും വിവിധങ്ങളായ വൈവിധ്യമാർന്ന സാധ്യതകളും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായും നല്ലൊരു വിജയത്തിന് ആവശ്യമായ മൂലധനമാണിത്. ഇത് നന്നായിട്ട് ഉപയോഗിക്കുക, നല്ല കുട്ടികളാവുക, ജീവിതത്തിൻ്റെ ആഹ്ലാദകരമായ നിമിഷങ്ങളിലേക്കും ആഹ്ലാദകരമായ വേദികളിലേക്കും നിങ്ങൾ കുതിച്ചുയരുക. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും. താങ്ക് യു സർ. ശാന്തിനികേതനം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പതാരവുമായുള്ള സ്നേഹസംവാദം ഇവിടെ അവസാനിക്കുന്നു. ഈ സംവാദത്തിനൊടുവിൽ വിദ്യാലയത്തിന് ലഭിച്ച സ്കോർ എത്രയെന്ന് നമുക്ക് നോക്കാം. 92. പൊതുവിദ്യാലയങ്ങളുടെ പ്രവർത്തന മികവിന്റെ നേർസാക്ഷ്യങ്ങൾ സമ്മാനിക്കുന്ന കൈറ്റ് ഹരിത വിദ്യാലയത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ. നന്ദി, നമസ്കാരം.